പഴയൊരു പാട്ടുണ്ട്, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്നു പൂന്തിങ്കളാകുന്നു ഭാര്യ. രസമുള്ള പാട്ടാണ്. ആ പാട്ട് സത്യം പറഞ്ഞാല് എനിക്ക് കേൾക്കുന്നത് അലർജിയായി മാറിയിട്ടുള്ള ഒരു സമയം എന്തായാലും ഇതായിപ്പോ കുറച്ചു കാലങ്ങളായിട്ട്. കാരണം അങ്ങനെ ഒരു മുതലാണെന്ന് വിചാരിച്ചിട്ടാണ് കെട്ടിയത്. കുറ്റം പറയേണ്ട കാര്യം പറയേണ്ടടുത്ത് പറയാനുണ്ടോ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഞാൻ കിട്ടിയൊരു ഭാര്യയെ പറ്റി പറയാനല്ല, ഞാൻ കിട്ടിയപ്പോഴാണ് അതിനൊരു സ്ഥാനം വന്നത്. അപ്പൊ രണ്ടാമത്തെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രസമല്ല, ഓരോ ഭാര്യമാരും അനവധി ഭാര്യമാരും ഇവർക്കൊക്കെ ഓരോ ചിന്തകളുണ്ടാവും. ഇപ്പൊ ഞാൻ ഈ കഴുത്തിൽ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം എന്താന്ന് വെച്ചാല്, നമ്മള് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ലെങ്തി വീഡിയോ ഇട്ടാ, വേണമെങ്കിൽ 1-2 ആളുകൾ കണ്ടാൽ മതി. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള കല്യാണ സാരി പീസാക്കിയതാണ്. ഞാൻ ഇരിക്കുന്നത് ഈ പറഞ്ഞ പോലെ അതേ സാധനം തന്നെ. അതായത് ഈ ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ നമ്മുടെ ഈ ഹിന്ദു ഇതിൽ നടക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ആകെ ഒരു ദിവസം ഇടാനോ ഇതിനു വേണ്ടിയിട്ടാണ് ഈ സാധനം വാങ്ങിക്കുക. അല്ലെങ്കിൽ ഇത് വാങ്ങിച്ച ആകെ 1-2 ദിവസം ഇട്ടുള്ളൂ. അന്ന് വില എത്രയെന്ന് വെച്ചപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചുരുങ്ങിയത് 15,000 രൂപയുടെ മേലെങ്കിലും ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ ഞാനത് പീസാക്കി, എനിക്ക് വേറൊരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് പീസാക്കി. അതിന്റെ ഒരു പീസാണ് ഇത്. എനിക്ക് ഇരിക്കുന്ന പീസ് അതിന്റെ തന്നെ ഒരു വേറെ പീസാണ്. അപ്പൊ അതിനൊക്കെ കാരണമുണ്ട്, അതടക്കട്ടെ. അപ്പോ ഈ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകും. ഞാൻ പഴയ വീഡിയോസ് ഒക്കെ വളരെ സ്ലോ ആയിരുന്നു. ഇതിലിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ ചില തെറ്റുകൾ അറിഞ്ഞോ അറിയാതെ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ എന്താ പറയാ, വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോ ഒരു കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് പറയുന്ന ഒരു സ്വഭാവം എനിക്കില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭാര്യ എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ ഓരോരോ വീടുകളിലും ഏറ്റവും ഉത്തമമായി മാറേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ. അങ്ങനെയുള്ള സമയത്ത്, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആ പാട്ടിന് പ്രസക്തി. പൂമുഖവാതിൽക്കൽ, അതായത് ചിലപ്പോ വളരെ പരാജയപ്പെട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം, അതല്ലെങ്കിൽ പല പ്രയാസങ്ങളൊന്നും നേരിടേണ്ടി വന്ന വ്യക്തികളായിരിക്കും. ഇവർക്ക് കറക്റ്റ് ഡയറക്ഷൻ കൊടുക്കുന്ന, അവരുടെ മനസ്സിന് ശാന്തമാക്കിയിരിക്കുന്ന, അവരുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഇങ്ങനെയുള്ള സ്ത്രീകളെ ആ ഒരു പാട്ടിന് അർഹര് തന്നെയാണ്, ഒരു സംശയമില്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഇത്രയും വലിയ വീഡിയോസും കാര്യങ്ങളും ഈ ലെവലിലൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു അതായത് ചെറിയ ഡെസ്റ്റിനേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കൊരു കേസ് വന്നപ്പോ ആ സമയത്താണ് പിന്നെ ഞാനൊരു വലിയൊരു വീഡിയോ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇട്ടത്. അതാണെങ്കിലോ ഞാൻ ഒരുവിധ ആളുകളെ കൊണ്ട് കാണിപ്പിച്ചു എന്ന് തന്നെ പറയാലോ. കാരണം എന്താ വെച്ചാൽ അത് എന്റെ ഒരാവശ്യം തന്നെയായിരുന്നു. അതിലിപ്പോ ആരൊക്കെ കണ്ടു, എന്തൊക്കെ കണ്ടു ഇതൊന്നും എനിക്ക് വിഷയമില്ല. പക്ഷെ അതില് മാത്രം 4-5 കമന്റ് ഉണ്ടായിരുന്നു, വിഷ് യു ഓൾ ദ ബെസ്റ്റ് അങ്ങനെ. കാരണം അത് ജീവിത പ്രയാസം തന്നെയായിരുന്നു. ഇന്നിപ്പോ ഇവിടെ നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ ന്യൂസ് എന്ന് പറയും. ഞാൻ ഇതിന് മുന്നേ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ഈ ഓരോ സംഭവങ്ങളും എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന് ഈ ഭാര്യ, ഭർത്താവ്, അമ്മ, അച്ഛൻ, പെങ്ങള്, ഇതൊക്കെ വരുന്ന ഓരോ വ്യക്തികളുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ഓരോ വ്യക്തികൾ തന്നെയുള്ള. ഞാനിപ്പോ സ്വതന്ത്രമായി ജീവിക്കുന്നുണ്ട്. അതിന്റെ ഒരു കാരണം പിന്നെ കുറച്ച് മുന്നേ ഒരു പെണ്ണ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിലൂടെ ചെയ്തിരുന്നു. അതിനുള്ള സാഹചര്യം അവിടെയും ഈ പറഞ്ഞ പോലെ ഭാര്യ തന്നെയാണ്. ആരുടെ ഭാര്യ? എൻ്റെ അച്ഛൻ്റെ ഭാര്യ. പിന്നെ അതേപോലെ തന്നെ വേറെ ഞാനും കൂടെ കല്യാണം കഴിക്കാൻ വേണ്ടി സഹകരിച്ച എൻ്റെ പെങ്ങൾ, അവളും ഭാര്യയാണ്. ഒരുപാട് ഭാര്യമാര്, പിന്നെ അനവധി കുറേ ഭാര്യമാര്. ഞാനീ പറയുന്നത് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ മാത്രല്ല, ഭാര്യ എന്ന് പറഞ്ഞാല് അതിന്റെ കുറെ അർത്ഥങ്ങളുണ്ട്. ഭാര്യ, ഭരണം, സഹായി, അങ്ങനെ കുറെ അർത്ഥങ്ങൾ. പര്യായ പദങ്ങൾ എടുക്കാം. ഭാരിച്ച ഉത്തരവാദിത്വമുള്ളവൾ, പിന്നെ ഭർത്താവ്, അതായത് ഭർത്താവിന് കുറെ അർത്ഥങ്ങൾ, പര്യായ പദങ്ങൾ, അതിന്റെ വിപുലീകരണങ്ങൾ,
അതിന്റെ പല പല കാര്യങ്ങൾ. ഇപ്പൊ നമ്മളത് ആയോന്ന് വെച്ചില്ല, ആയിട്ടൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഞാനത് ആവാനുള്ളൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നു, പക്ഷെ അതാവുന്നില്ല. ഈ പറഞ്ഞ പോലെ ഭാര്യ എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് അവർ സഹകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെതായ രീതിയിലേക്ക് നീങ്ങേണ്ടി വന്നതും ജീവിതത്തിൽ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. എന്തൊക്കെ നേരിടേണ്ടി വന്നു. പിന്നെ പിന്നെ കുറെ ഭർത്താക്കന്മാര് അമ്പമ്പമ്പമ്പ വളരെ വിജയകരമായിട്ട് ജീവിച്ചിരുന്ന കുറെ ഭർത്താക്കന്മാരുടെ കുറെ ഉപദേശങ്ങളൊക്കെ കേട്ട് അതിന്റെ പുറകെ കുറെ പോയി. അതിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയ പരാജയമായിരുന്നു. കാരണം ഓരോ വ്യക്തികളുടെ ഉള്ളിലും പല പല കാര്യങ്ങളുണ്ടാവുക. അപ്പൊ ആ വ്യക്തിയുടെ രീതിയിൽ, ആ ഭർത്താവിന്റെ രീതിയിൽ ഞാൻ ഭർത്താവ് ആവണമെന്ന് പറഞ്ഞിട്ട് വേറെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കേസല്ല. എൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്, എൻ്റെ ഉള്ളില് കുറെ കാര്യങ്ങളുണ്ട്, രഹസ്യങ്ങളുണ്ട്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് തന്നെ ശരിക്കും ആ ഒരു രഹസ്യം പോലും ശരിക്കും അപ്പോഴാണ് പബ്ലിഷ് ആയത്. അതായത് ഒരു വിവാഹം കഴിഞ്ഞ് വീട്ടിലിരിക്കെ പിന്നെ പോയി കണ്ട്, അതായത് ഇപ്പൊ നമ്മുടെ വിവാഹവും കുറച്ച് ലേറ്റാണ്. അപ്പോൾ അങ്ങനെ ഉള്ള, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം കെട്ട്, ഈ ഈ ഒരു സാഹചര്യത്തിലുള്ള ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ചു എങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അവളോടൊന്നല്ല, ഇനിയിപ്പോ സത്യം പറഞ്ഞാൽ ആരോടും തുറന്നു പറയാൻ പോലും പറ്റാത്ത രഹസ്യങ്ങളുണ്ട് എനിക്ക്. കാരണം അവളൊന്ന് കെട്ടി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടായിരുന്നു, ആളുണ്ടായിരുന്നു. പക്ഷെ കെട്ടിയിട്ടില്ല, ഇതാക്കിയിട്ടില്ല എന്ന് മാത്രം. അപ്പൊ അതിന്റെ പിന്നാലെ അവർക്കാർക്കും വന്നിട്ട് എന്നോട് എന്താ പറയാ, എന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട്, ഒപ്പൊന്നും ഇല്ലാത്തവരും പിന്നെ അതിനെപ്പെട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. എന്താ പറയാ, ചെലവിന് വേണമെന്നോ അതല്ല ഇത്ര രൂപ നഷ്ടപരിഹാരം വേണമെന്നോ പറയാനൊന്നും ഒരാൾക്കും കഴിയില്ല. കാരണം നമ്മുടെ കൂടെ അങ്ങനത്തെ വരുമാരുണ്ടായിരുന്നു. അതൊന്നാണോ രണ്ടാണോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് തൽക്കാലം നമ്മൾ കൂടുതലായിട്ട് പബ്ലിഷ് ചെയ്യുന്നില്ല. ആരൊക്കെയായിരുന്നു, എവിടെയൊക്കെയായിരുന്നു, ഏതൊക്കെ സംസ്ഥാനങ്ങളിലായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു, ഇനി എത്ര ഉണ്ടാവും, ഇതൊന്നും നമുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ അവരവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, എത്ര വേണമെങ്കിലും. അതാണ് സ്വതന്ത്ര ഭാരതം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതേ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ, അതായത് വഴിവിട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ വരാനുള്ള ഒരു അസുഖം എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് ആണ്. HIV, ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് നെഗറ്റീവ് ആവുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ എയ്ഡ്സ് ചേർക്കി പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് കല്യാണത്തിന്റെ മുന്നേ കാണണം. ഇതുവരെ വന്നിട്ടില്ല. വരാൻ നോക്കാം, നമുക്ക് വന്ന് വരുമോ എന്നുള്ളത് നോക്കാം. അപ്പോ ഈ ഒരു സംഭവം, ഏത് ഭാര്യ എന്ന് പറഞ്ഞ ആ ഒരു പദവിയിലേക്ക് പലരും എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ന് ഗവൺമെന്റ് വളരെ എന്താ പറഞ്ഞത്, സ്വതന്ത്രമായ രീതിയിലേക്ക് എത്തിച്ചു. ഗവൺമെന്റ് എന്നല്ല, നമ്മുടെ സിസ്റ്റംസ്. എങ്ങനെ ലിവിങ് ടുഗദർ, ഈ ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്നവളെ അവരെ പോലും സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ എന്ന് പറഞ്ഞ ആ ഒരു ഉത്തരവാദിത്തം, അതിന്റെ രീതികൾ, അതെന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെ പഠിച്ചിറങ്ങുകയാണെങ്കിൽ സത്യം പറഞ്ഞാല് ഡിവോഴ്സിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ വലിയ കൊലപാതകങ്ങൾ, മറ്റ് സംഭവങ്ങൾ, ഇതൊക്കെ ഒരു വലിയൊരു വിഭാഗം കുറയും. എന്നാൽ നമ്മള് ഈ ഹൈന്ദവ വിഭാഗത്തിലായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കുറെ അറിയാം. മറ്റു വിഭാഗങ്ങൾ, ഇസ്ലാം വിഭാഗത്തിലാണെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിലാണെങ്കിലും, ഇതാണല്ലോ നമ്മളവിടെ കൂടുതലുള്ളത്. അപ്പൊ അതില് സത്യം പറഞ്ഞാൽ ഇതിന് കുറച്ചും കൂടെ കൂടുതൽ ട്രെയിനിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇറക്കുന്നത്. അവർക്ക് അത്രയും സപ്പോർട്ട് ഉണ്ട് എന്ന് കരുതി അവിടെയൊക്കെ ഡിവോഴ്സുകൾ നടക്കുന്നില്ല എന്നോ, കുത്തുകൾ, ഭാര്യ പീഡനം, ഇതൊന്നും നടക്കുന്നില്ല എന്നല്ല, ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാ വിഭാഗങ്ങളിലും അതുണ്ട്. ഓരോ വിഭാഗങ്ങളിലും അതിന്റെ എന്താ പറയാ പേഴ്സൻറ്റേജ് പല രീതിയിലായിരിക്കും. അതും പല നാടുകളിലും പല രീതിയിൽ. ഇപ്പൊ ഹൈന്ദവ വിഭാഗത്തില്, കേരളത്തില് ഹൈന്ദവ വിഭാഗത്തില്, ക്രൈസ്തവ വിഭാഗത്തില്, ഇസ്ലാം വിഭാഗത്തില്, ഇത്രയും വിഭാഗങ്ങളിൽ നടക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ കെട്ട്, പവിത്രത എന്ന് പറയുന്ന ആ ഒരു കെട്ട് എത്രത്തോളം ഉണ്ട്, അതേപോലെ തന്നെ ആവണം എന്നില്ല തമിഴ്നാട്, അതേപോലെ തന്നെ ആവണം എന്നില്ല കർണാടക, അതേപോലെ തന്നെ ആവണമെന്നില്ല ഉത്തർപ്രദേശില്. ഇവിടങ്ങളിലൊക്കെ ഉള്ള പല പല ആളുകളുടെ പല പല സാഹചര്യങ്ങളുടെ പല പല സന്ദർഭങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അതാത് സംസ്ഥാനങ്ങളിൽ പോലും ഈ സംഭവം നടക്കുന്നു.
അപ്പൊ ഞാനിതാ കുറെ കാലങ്ങൾക്ക് മുമ്പ് പല പല സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ രീതികൾ വേറെ, ഇതൊന്നും മനസ്സിലാക്കാതെ എന്നോട് പ്രതികരിക്കാൻ വന്ന് അവരുടെ ലൈഫിൽ ഇപ്പോ എന്ത് നടക്കുന്നു എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഹാപ്പിയാണ്. പറയുകയാണെങ്കിൽ കല്യാണ സാരി വരെ കീറി എനിക്ക് എൻ്റെതായ 1-2 കാര്യങ്ങളുണ്ട് അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഒരു വിവാഹം കഴിക്കേണ്ടി വന്നത് എന്നൊന്നും പറയാം. അങ്ങനെയും പറയാം. വിവാഹം കഴിച്ച നിരവധി അനുഭവങ്ങൾ തന്ന ഈ ഭാര്യയോട് ഇതൊക്കെ നമ്മൾ ആ പാട്ട് പാടിയില്ലേ. താങ്ക്സ്.